ഹലോ മക്കളെ, ഇന്ന് നമ്മള് പുതിയൊരു ചാപ്റ്റർ പഠിക്കുകയാണ്. നമ്മുടെ ചാപ്റ്റർ പേരെന്താ? പോപ്പുലേഷൻ. പോപ്പുലേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ പോപ്പുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതെ, ആളുകളുടെ എണ്ണാണ് അല്ലെ. നമ്മുടെ സൊസൈറ്റിയിൽ എത്ര ആളുകളുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കൺട്രിയിൽ എത്ര ആൾക്കാരുണ്ട്, അതാണ് നമ്മൾ പോപ്പുലേഷൻ എന്ന് പറയുന്ന വാക്ക് വെച്ചിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ എന്തിനാണ് പോപ്പുലേഷനെ പറ്റിയിട്ട് പഠിക്കുന്നത്? എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് പോപ്പുലേഷൻ റിലേറ്റ് ചെയ്തിട്ട് പഠിക്കാനുള്ളത്? സോ പോപ്പുലേഷൻ എന്താണ്, ആൾക്കാരുടെ ഹെൽത്ത് എങ്ങനെയാണ്, ആൾക്കാരുടെ എഡ്യൂക്കേഷൻ എങ്ങനെയാണ്, ഇങ്ങനെ ആൾക്കാർ എത്ര മെയിൽസ് എത്രയുണ്ട്, എത്ര ഫീമെയിൽ, എത്ര പെൺ എന്നുള്ള രീതിയിലുള്ള ക്ലാസിഫിക്കേഷൻ, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പോപ്പുലേഷൻ. Can you imagine a world without human being? മനുഷ്യന്മാരില്ലാത്ത ഒരു വേൾഡിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുമോ? And who would have utilized resources and created the social and cultural environment? മനുഷ്യന്മാരില്ലായിരുന്നെങ്കിൽ ഈ റിസോഴ്സസ് ഒക്കെ ആര് യൂസ് ചെയ്തേനെ അല്ലെ? നമ്മള് എന്തൊക്കെ റിസോഴ്സസിനെ യൂസ് ചെയ്യുന്നുണ്ടല്ലേ? മണലൊക്കെ ബിൽഡിംഗ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ട്രീസിന്റെ റിസോഴ്സസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ചുറ്റും അവൈലബിൾ ആയിട്ടുള്ള വാട്ടർ റിസോഴ്സസ്, നമ്മൾ കിണറൊക്കെ കുഴിച്ചിട്ട് വെള്ളത്തിന്റെ റിസോഴ്സ് നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ട് അല്ലെ. അപ്പം ഹ്യൂമൻ ഇല്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ അല്ലെ? So the people are important to develop the economy and the society. നമ്മുടെ എക്കണോമി ബിൽഡ് ചെയ്യുന്നതിനകത്ത്, അല്ലെങ്കിൽ നമ്മുടെ ഒരു സൊസൈറ്റി, കുറെ ആൾക്കാർ ചേരുന്നതല്ലേ ഒരു സൊസൈറ്റി എന്ന് പറയുന്നത്. ഈ ഒരു സൊസൈറ്റി ബിൽഡ് ചെയ്യുന്നതില് പീപ്പിൾ എന്ന് പറയുന്നത് വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. The people make and use resources and are themselves resources with varying quality. നമ്മുടെ ചുറ്റുമുള്ള റിസോഴ്സസിനെ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആളുകൾ എന്ന് പറയുന്നത് എന്താണ്? the people itself as a resource അല്ലെ. നമ്മൾ തന്നെ ഒരു റിസോഴ്സ് ആണ്. നമ്മുടെ മാനുവൽ പവർ യൂസ് ചെയ്യുന്നുണ്ട്, നമ്മുടെ എഫേർട്സ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ നമ്മളും എന്താണ്? ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു റിസോഴ്സസ് ആണ്. നിങ്ങൾ നോക്കൂ, coal is but a piece of rock until people were able to invent technology to obtain it and make it a resource അല്ലെ. കോൾ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു റോക്ക് പീസ് ആയിട്ട് മാത്രം നിന്നതിനെ എന്താണ് നമ്മൾ അതിന്റെ ഒരു ഒരു റിസോഴ്സ് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ള രീതിയിൽ മനുഷ്യന്മാരല്ലേ, പീപ്പിൾ അത് കണ്ടുപിടിച്ചതുകൊണ്ട് അതിന്റെ ഡിസ്കവറി, അതിന്റെ എക്സ്പെരിമെന്റും കാര്യങ്ങളൊക്കെ നടത്തി അതിനെ ഒരു കാര്യത്തിന് എങ്ങനെ യൂസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കാം എന്നുള്ള രീതിയിൽ നമ്മൾ കണ്ടുപിടിച്ചതിന് ശേഷമാണ് നമുക്ക് ഇതിന്റെയൊക്കെ യൂട്ടിലൈസേഷൻ എങ്ങനെയാണെന്നൊക്കെ മനസ്സിലായത്. അല്ലാതിരുന്നെങ്കിൽ ജസ്റ്റ് ഒരു പീസ് ഓഫ് റോക്ക് ആയിട്ട് നമുക്ക് ആ കോളിനെ കളയാൻ ഉള്ളതേ ഉള്ളൂ അല്ലെ. നമ്മളപ്പോ അവിടെ യൂട്ടിലൈസ് ചെയ്യുന്നത് പോലെ ഇരിക്കും. അത് ചുമ്മാ അവിടെ ഉണ്ടായിട്ട് കാര്യമില്ല, നമ്മളത് കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യണം അല്ലെ. കടലില് ഞാനൊരു എക്സാമ്പിൾ പറയാം. കടലിൽ കുറെ ഉപ്പ് വെള്ളം ഉണ്ട് അല്ലെ. കടലിൽ ഉപ്പ് വെള്ളം ഉണ്ട്, പക്ഷെ നമുക്ക് ഉപ്പ് വേണം. അപ്പം കടലില് അത് ചുമ്മാ കിടന്നു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ഉപ്പ് കിട്ടുമോ? ഇല്ല അല്ലെ. നമുക്കത് സോൾട്ട് ആയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ അത് നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം അല്ലെ. നമ്മളത് കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ട് എന്ത് ചെയ്യണം? യൂട്ടിലൈസ് ചെയ്യണം. അപ്പോഴേ നമ്മൾ അതൊരു റിസോഴ്സ് ആയിട്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി പറ്റണം. അപ്പം ഹ്യൂമൻ ബീയിങ് ഇല്ലായിരുന്നെങ്കിൽ ഇതൊന്നും പോസിബിൾ ആവുക ഉണ്ടായിരുന്നില്ലായിരുന്നു. ഓക്കെ. And natural events like a river flood or tsunami becomes a disaster only when they affect a crowd village of a town. അപ്പൊ നമ്മൾ പറയുന്നുണ്ടല്ലേ, സുനാമി വരുന്നു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫ്ലഡ്, വെള്ളപ്പൊക്കോ എന്തെങ്കിലുമൊക്കെ വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴാണ് നമ്മളതൊരു വലിയൊരു ഡിസാസ്റ്റർ ആയിട്ട് മാറി എന്ന് പറയുക? എപ്പോഴാണ്? അതില് ഒരുപാട് ജീവനുകൾ നഷ്ടപ്പെടുക, ഒരുപാട് മനുഷ്യന്മാരുടെ ജീവൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞാലായിരിക്കും അല്ലെ നമ്മളത് വലിയൊരു ഡിസാസ്റ്റർ ആണെന്ന് പറയാം അല്ലെ. ഇഷ്ടം പോലെ മനുഷ്യന്മാർ, ഈ ഇടയ്ക്ക് വയനാട്ടില് ഉണ്ടായിട്ടുള്ള ദുരന്തം അല്ലെ, അത് വലിയൊരു ഇതെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അത്രയേറെ ആളുകളുടെ ജീവിതം അല്ലെ, ഉരുൾപൊട്ടുമ്പോൾ അത്രയേറെ ആൾക്കാരുടെ ജീവിതം നശിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് എന്ത് പറയുന്നത്? അതൊരു ഡിസാസ്റ്റർ ആയിട്ട് പറയുന്നത്. ഓൺലി വെൻ ദേ എഫക്ട് എ ക്രൗഡഡ് വില്ലേജ് ഓഫ് എ ടൗൺ അല്ലെ. ഒരു ടൗണിലെ ഒരു ക്രൗഡഡ് വില്ലേജിനെ, ഒരു പോപ്പുലേഷനെ മൊത്തത്തില് എഫക്ട് ചെയ്യുന്ന സമയത്താണ് അത് വലിയൊരു ഡിസാസ്റ്റർ ആയിട്ട് നമ്മൾ പറയുന്നത്. ഹെൻസ് population is the pivotal element in social studies. അപ്പം ആളുകൾ എന്ന് പറയുന്ന അല്ലെ, പോപ്പുലേഷൻ എന്ന് പറയുന്ന കാര്യം നമ്മൾ സൊസൈറ്റിയിൽ ജീവിക്കുന്ന ആൾക്കാരാണ്, നമ്മൾ സോഷ്യൽ സ്റ്റഡീസ് പഠിക്കുന്ന ആൾക്കാരാണ് ആളുകളുടെ ജീവിതം എന്ന് പറയുന്നത്. അപ്പം അവിടെ ഏറെ ഇമ്പോർട്ടന്റ് ആണ്. സോഷ്യൽ സ്റ്റഡീസിൽ ഈ പോപ്പുലേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടേം ആണ്. ഇറ്റ്സ് ദ പോയിന്റ് ഓഫ് റെഫറൻസ് ഫ്രം വിച്ച്
all other elements are observed and from which they derive significance and meaning. Resources, calamities and disasters are all meaningful only in relation to human beings. Their numbers, distribution, growth and characteristics or qualities provide the basic background for understanding and appreciating aspects of the environment. So population എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്, എസ്പെഷ്യലി ഇൻ സോഷ്യൽ സ്റ്റഡീസ്. ഹ്യൂമൻ ബീങ്സ് ആർ പ്രൊഡ്യൂസേഴ്സ് ആൻഡ് കൺസ്യൂമേഴ്സ് ഓഫ് എർത്ത് റിസോഴ്സസ്. നമ്മൾ എന്ന് പറയുന്നത് പ്രൊഡ്യൂസറുമാണ്, അതുപോലെ തന്നെ നമ്മൾ അവിടെ എർത്തിന്റെ റിസോഴ്സസിനെ കൺസ്യൂം ചെയ്യുന്ന കൺസ്യൂമറുമാണ് അല്ലെ. So therefore it is important to know how many people there in a country. അല്ലെ, അതുകൊണ്ട് തന്നെ നമ്മളൊരു റിസോഴ്സ് ആണ് അല്ലെ. അപ്പം നമ്മുടെ കൺട്രിയിൽ എത്ര ആൾക്കാരുണ്ട്, അതുപോലെ തന്നെ വേർ ഡു ദേ ലിവ്, അവരെവിടെയൊക്കെ താമസിക്കുന്നതാണ് അല്ലെ. പല സ്ഥലങ്ങളിലായിട്ടാണ് ആൾക്കാർ താമസിക്കുന്നത് അല്ലെ. ടൗണിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ട്, നാട്ടിൻ പ്രദേശ് വില്ലേജ് ഏരിയാസിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ട്, ഫോറസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരുണ്ട് അല്ലെ, തീരപ്രദേശത്തിലെ സമുദ്രത്തിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. പല ഏരിയയിലായിട്ടാണ് നമ്മുടെ ആളുകളെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഹൗ ആൻഡ് വൈ their numbers are increasing and what are their characteristics. എന്തൊക്കെയാണ് അവരുടെ പ്രത്യേകതകൾ എന്നുള്ളതും. The census of India provide us with information regarding the population of our country. നമ്മുടെ കൺട്രിയുടെ പോപ്പുലേഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സെൻസസ് എന്ന് കേട്ടിട്ടുണ്ടോ? മലയാളത്തിലെ കനേഷുമാരി എന്ന് പറയും. സോ സെൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു കണക്കെടുപ്പാണ് അല്ലെ. എത്ര ആൾക്കാരുണ്ട് നമ്മുടെ കൺട്രിയിൽ? നിങ്ങൾക്ക് എല്ലാ ആൾക്കാർക്കും ആധാർ കാർഡുകൾ ഉണ്ടാവും അല്ലെ. എന്തിനു വേണ്ടിയിട്ടാണ്? ആധാർ എന്ന് പറയുന്നത് നമ്മളൊരു തിരിച്ചറിയൽ കാർഡാണ് അല്ലെ. നമ്മളൊരു ഇന്ത്യൻ പൗരനാണെന്ന് കാണിക്കുന്ന ഒരു രേഖയാണ് എന്ത്? ആധാർ കാർഡ് അല്ലെ. അതുപോലെ തന്നെ നമുക്ക് സെൻസസും ഉണ്ട്, നമ്മളുടെ കണക്കല്ലെ. നമ്മൾ ഇവിടെ ഇന്ത്യയിലെ ഒരു അംഗമാണ് അല്ലെങ്കിൽ നമ്മൾ ഒരു മെമ്പർ ആണ് എന്ന് പറയാൻ വേണ്ടി, അല്ലെങ്കിൽ എത്ര ആൾക്കാരുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ സെൻസസ് എടുക്കും. ഓക്കെ, ആ ഒരു സെൻസസ് നമുക്ക് ആ ഒരു കണക്കാണ് നമ്മുടെ ഇന്ത്യയിൽ ഇത്രയധികം ജനങ്ങളുണ്ട് എന്നുള്ളൊരു കണക്ക് എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് എ സെൻസസ്? Census is an official enumeration of population done periodically. നമ്മൾ ഓരോ 10 വർഷം കഴിയുമ്പോൾ അല്ലെ ഒരു പീരിയോഡിക് ആയിട്ട് നമ്മൾ സെൻസസ് എടുക്കാറുണ്ട്. അപ്പം സെൻസസ് എന്ന് പറയുന്നത് എത്ര ആൾക്കാരുണ്ട് എന്നുള്ളതിന്റെ ഒരു, നമ്മുടെ കൺട്രിയിൽ എത്ര അധികം ജനങ്ങളുണ്ട് എന്നുള്ളതിന്റെ ഒരു കണക്കെടുപ്പാണത്. ഇൻ ഇന്ത്യ ദ ഫസ്റ്റ് സെൻസസ് വാസ് ഹെൽഡ് ഇൻ ദ ഇയർ 1872. അപ്പൊ നമ്മുടെ ഇന്ത്യയില് ഫസ്റ്റ് സെൻസസ് എന്നാണ് എടുത്തത്? 1872 ഫസ്റ്റത്തെ സെൻസസ് എടുത്തത്. ദ ഫസ്റ്റ് കംപ്ലീറ്റ് സെൻസസ് ഹൗവർ വാസ് ടേക്കൺ ഇൻ ദ ഇയർ 1881. 1881 ആദ്യത്തെ കംപ്ലീറ്റ് അല്ലെ എല്ലാ ആൾക്കാരും അടങ്ങുന്ന ഒരു കംപ്ലീറ്റ് സെൻസസ് എന്ന് പറയുന്നത് എപ്പോഴാണ് എടുത്തത്? 1881 എടുത്തിട്ടുള്ളത്. Since then, censuses have been held regularly every 10th year. അപ്പൊ നമ്മൾ 2001 എടുത്തു, 2011 എടുത്തു, 2021. അങ്ങനെ നമ്മൾ ഓരോ 10 വർഷം കഴിയുമ്പോഴും നമ്മൾ എന്ത് ചെയ്യും? റെഗുലർ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? കണക്കുകൾ എടുക്കുന്നുണ്ട്. Indian census is the most comprehensive source of demographic, social and economic idea. ഇന്ത്യൻ സെൻസസ് ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ സോഷ്യൽ സ്റ്റാറ്റസ് എന്താണ്, നമ്മുടെ എക്കണോമിക് സ്റ്റാറ്റസ് എന്താണ് എന്നുള്ള ഒരു കറക്റ്റ് ഐഡിയ തരുന്ന എന്താണ് ഇന്ത്യൻ സെൻസസ് എന്ന് പറയുന്നത്. We are primarily concerned with 3 major questions about the population. പോപ്പുലേഷനെ പറ്റിയിട്ട് നമുക്ക് മെയിൻ ആയിട്ട് 3 questions ആണുള്ളത്. Population size and distribution. How many people are there and where they located? നമ്മുടെ പോപ്പുലേഷൻ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ 3 കാര്യങ്ങൾ മെയിൻ ആയിട്ടുള്ളത്. നമ്മുടെ പോപ്പുലേഷൻ സൈസ്, നമ്മുടെ മൊത്തം ജനസംഖ്യ എത്രയാണ്, ആൻഡ് അതെങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. How many people are there and where they are located. അവര് എവിടെയാണ്, എത്ര ആൾക്കാരുണ്ട്, എവിടെയാണ് താമസിക്കുന്നത്. Population growth and processes of population change. How was the population grown and changed through time? എങ്ങനെയാണ് പോപ്പുലേഷൻ വളരുന്നത്, എങ്ങനെയാണ് ചേഞ്ച്, പോപ്പുലേഷൻ എങ്ങനെയാണ് മക്കളെ ചേഞ്ച് ചെയ്യുക? ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാം. എന്നാലും നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു സ്ഥലത്തുള്ള ജനസംഖ്യ അതില് പോപ്പുലേഷൻ ചേഞ്ച് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒന്നില്ലെങ്കിൽ ആരെങ്കിലും ജനിക്കണം അല്ലെ, എണ്ണം കൂടണം, അല്ലെങ്കിലോ മരിക്കണം അല്ലെ, ഡെത്ത് സംഭവിക്കണം. അപ്പം ബർത്ത്, ഡെത്ത്, അതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്ന് ഒരാൾ ഗൾഫിൽ പോയി, മൈഗ്രേഷൻ ആണ് അല്ലെ. അപ്പം ഒരാൾ അങ്ങനെ പോകുമ്പോഴും എന്താണ് പോപ്പുലേഷനിലെ
വ്യത്യാസം വരും. സോ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം. ഹൗ വാസ് ദ പോപ്പുലേഷൻ ഗ്രോൺ ആൻഡ് ചേഞ്ച്ഡ് ത്രൂ ടൈം. ക്യാരക്ടറിസ്റ്റിക്സ് ഓർ ക്വാളിറ്റീസ് ഓഫ് ദ പോപ്പുലേഷൻ. എന്തൊക്കെ പ്രത്യേകതകളാണ് ആ പോപ്പുലേഷന് ഉള്ളത്? വാട്ട് ആർ ദർ? ഏജ് എന്താണ്? ഏജ്, സെക്സ് കോമ്പോസിഷൻ എന്താണ്? ലിറ്ററസി ലെവൽ എന്താണ്? ഓക്യുപ്പേഷണൽ സ്ട്രക്ചർ എന്താണ്? അവരുടെ ഹെൽത്ത് കണ്ടീഷൻ എന്താണ്? അല്ലെ, അവർ ഹെൽത്തി ആണോ? അവർക്ക് നന്നായിട്ട് എഡ്യൂക്കേറ്റഡ് ആണോ? അവർ നന്നായിട്ട് എക്കണോമിക്കലി സ്റ്റേബിൾ ആണോ? അവരുടെ ഏജ് എന്താണ്? അവരുടെ ജെൻഡർ എന്താണ്? എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി പോപ്പുലേഷൻ നമ്മൾ നോക്കും. ഓക്കെ, അപ്പം ഫസ്റ്റ് പോപ്പുലേഷൻ സൈസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. പോപ്പുലേഷൻ സൈസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. ഇന്ത്യസ് പോപ്പുലേഷൻ സൈസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ബൈ നമ്പർ. നമ്മൾ കറക്റ്റ് ആയിട്ട് ഇവിടെ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യയിലെ പോപ്പുലേഷൻ ആണ്. നമ്മൾ ഹോൾ വേൾഡ് ജസ്റ്റ് ഒരു കമ്പാരിസണിന് വേണ്ടി മാത്രമാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഇന്ത്യയിൽ എങ്ങനെയാണ് പോപ്പുലേഷൻ, എങ്ങനെയാണ് അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. So, India's population as on March 2001 stood at 1028 million. Okay, March 2001 നോക്കിയപ്പം 1028 million ആയിരുന്നു, which account for 16.7% of the world's population. നമ്മള് മൊത്തം ലോകത്തിന് അല്ലെ, ഭൂമി മൊത്തത്തിലുള്ള ആൾക്കാരെ എടുത്തു കഴിഞ്ഞാല് അതിന്റെ 16.7% ആൾക്കാര് എവിടെയാണുള്ളത്? ഇന്ത്യയിലാണുള്ളത്. ഓക്കെ, ദീസ് 1.02 billion people are unevenly distributed over our country's vast area of 3.28 million square kilometer. അപ്പം നമ്മുടെ ഈ പോപ്പുലേഷൻ അല്ലെ എത്ര പെർസെന്റേജ്? മൊത്തം വേൾഡിന്റെ 16.7% ഓഫ് ദി വേൾഡ് പോപ്പുലേഷൻ ഇന്ത്യയിൽ ഉണ്ടെന്ന് പറഞ്ഞു. ആ ഇന്ത്യയിലുള്ള പോപ്പുലേഷൻ തന്നെയും കോഴിക്കോട് ഉള്ള പോലെ, ഇപ്പം ഫോർ എക്സാമ്പിൾ കോഴിക്കോട് 10 ആൾക്കാരാണ് ഉള്ളതെന്ന് വിചാരിച്ചോ. പക്ഷേ ചിലപ്പം ബാംഗ്ലൂരിൽ 20 ആൾക്കാരായിരിക്കും ഉണ്ടാവുക. അതുകൂടാതെ വേറെ ഇപ്പം നിങ്ങൾ ഡൽഹിയിൽ എടുത്താൽ ചിലപ്പോൾ 15 ആൾക്കാരായിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ 50 ആൾക്കാരായിരിക്കും ഉണ്ടാവുക. ഓരോ സ്ഥലത്തും എന്താണ്? ഡിഫറെന്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. എല്ലാ ആൾക്കാരും ഇന്ത്യന്റെ ഉള്ളിൽ ഉണ്ടെന്ന് പറയുമ്പോഴും കോഴിക്കോടുള്ള ആൾക്കാരുടെ എണ്ണവും, തിരുവനന്തപുരത്തുള്ള ആൾക്കാരുടെ എണ്ണവും, തമിഴ്നാട്ടിലുള്ള ആൾക്കാരുടെ എണ്ണവും, കാസർഗോഡുള്ള ആൾക്കാരുടെ എണ്ണവും, ഡൽഹിയിലുള്ള ആൾക്കാരുടെ എണ്ണവും എല്ലാം എന്തായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും അല്ലെ. സോ അതാ പറയുന്നത് 1.02 billion people are unevenly distributed. അല്ലെ, ഈവൺ ആയിട്ടാണോ കോഴിക്കോട് 10, കൊല്ലത്ത് 10, തിരുവനന്തപുരത്ത് 10, കോട്ടയത്ത് 10 അങ്ങനെയായിട്ടാണോ പോപ്പുലേഷൻ ഇരിക്കുന്നത്? അല്ല, ഓരോ സ്ഥലത്തും അൺഈവൺ ആയിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ ആണ് അല്ലെ. ഇനി വളരെ ജനസംഖ്യ കുറഞ്ഞ സ്ഥലങ്ങളുണ്ട് അല്ലെ, അധികം ആൾക്കാരൊന്നും ഇല്ലാത്ത ആൻഡമാൻ നിക്കോബാറിലൊക്കെ ആണെങ്കിൽ വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അപ്പം ആ രീതിയിൽ ഓരോ സ്ഥലത്തും ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ അല്ല അല്ലെ. ഇപ്പൊ കോഴിക്കോട് 10, എല്ലായിടത്തും 10 10 10 അങ്ങനെയാണോ? അല്ലെങ്കിൽ എല്ലായിടത്തും 20 20 20 അങ്ങനെയല്ല പോകുന്നത്. ഓരോ സ്ഥലത്തും അൺഈവൺ ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഓർ ആർ കൺട്രീസ് വാസ്റ്റ് ഏരിയ ഓഫ് 3.28 million square kilometer, which accounts for 2.4% of the world's area. അപ്പം മൊത്തം ഏരിയ നോക്കും, മൊത്തം വേൾഡിന്റെ ഏരിയ നോക്കുമ്പം ഇന്ത്യയുടെ ഏരിയ എന്ന് പറയുന്നത് ഇത്രയും വലിയൊരു പെർസെന്റേജ് ഉണ്ട് അല്ലെ. 2.4% ഇന്ത്യ ആണുള്ളത്. And the 2001 census data reveals that Uttar Pradesh, with a population size of 166 million people, is the most populous state of India. അപ്പം 2001 കണക്ക് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ള ഒരു സംസ്ഥാനം എന്ന് പറയുന്നത്, ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഏതാണ്? ഉത്തർപ്രദേശ് ആണ്. ഉത്തർപ്രദേശ് എത്ര ആൾക്കാരുണ്ട്? 166 million പീപ്പിൾ ഉണ്ട്. എവിടെയാണുള്ളത്? ഉത്തർപ്രദേശിൽ. ഓക്കെ, ഇതാണ് 2001 കണക്ക് പ്രകാരം പറയാൻ പറ്റുക. ഉത്തർപ്രദേശ് അക്കൗണ്ട്സ് ഫോർ അബൌട്ട് 16% ഓഫ് ദി കൺട്രീസ് പോപ്പുലേഷൻ അല്ലെ. മൊത്തം കൺട്രി എടുത്ത് നോക്കുമ്പം അതിനകത്ത് 16% അല്ലെ, 16% ഓഫ് ദി കൺട്രീസ് പോപ്പുലേഷൻ. On the other hand, the Himalayan state Sikkim has a population of just about 0.5 million. അപ്പം സിക്കിം എടുത്ത് ഉത്തർപ്രദേശ് എടുത്ത് നോക്കുന്ന സമയത്ത് എത്ര? 166 പോപ്പുലേഷൻ ഉണ്ട് അല്ലെ. ഉത്തർപ്രദേശ് എടുത്ത് നോക്കുമ്പം അറൌണ്ട് 166 million പോപ്പുലേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതേ സ്ഥാനത്ത് നേരെ മറിച്ച് നിങ്ങൾ സിക്കിം എടുത്ത് നോക്കൂ, 0.5 million. എത്ര ചെറുതാണ് അല്ലെ, കുറച്ചേ ഉള്ളൂ. ആൻഡ് ലക്ഷദ്വീപ് വാസ് ഓൺലി 6,000 people.
ലക്ഷദ്വീപ് നോക്കിക്കേ നിങ്ങള്, 60,000 ആൾക്കാരേ ഉള്ളൂ. ഓക്കെ, ചില സ്ഥലങ്ങളിൽ മില്യൺസ് ഓഫ് ആൾക്കാരുണ്ട്, ചില സ്ഥലത്ത് ആയിരങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലെ. So almost half of India's population live in just 5 states. അപ്പൊ നമ്മള് ഇന്ത്യയുടെ മൊത്തം പോപ്പുലേഷൻ എടുത്തു കഴിഞ്ഞാല് അതിൽ പകുതി 28 സംസ്ഥാനങ്ങളുണ്ട് ഇന്ത്യക്ക് എന്ന് പറയുമ്പോഴും അതിന്റെ പകുതി ആൾക്കാരും താമസിക്കുന്നത് 5 സംസ്ഥാനങ്ങളിലാണ്. ബാക്കി എല്ലാ ആൾക്കാരുടെ എണ്ണം കുറവാണ്. ഈ ഒരു മേജർ 5 സ്റ്റേറ്റ്സിലാണ് പകുതി ജനസംഖ്യയും താമസിക്കുന്നത്. ദാറ്റ് ഈസ് ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, ബീഹാർ, വെസ്റ്റ് ബംഗാൾ ആൻഡ് ആന്ധ്രാപ്രദേശ്. ഏതൊക്കെയാണ്? ഉത്തർപ്രദേശ് അല്ലെ, ടോപ്പ് 1 ഏതാ? ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശ് ഉണ്ട്, മഹാരാഷ്ട്ര ഉണ്ട്, ബീഹാർ ഉണ്ട്, വെസ്റ്റ് ബംഗാൾ ഉണ്ട് ആൻഡ് ആന്ധ്രാപ്രദേശ്. അപ്പൊ നമുക്ക് ഓർക്കാൻ എളുപ്പം, ഉത്തർപ്രദേശും ഉണ്ട്, ആന്ധ്രാപ്രദേശും ഉണ്ട്, മഹാരാഷ്ട്രയും ഉണ്ട്, വെസ്റ്റ് ബംഗാളും ഉണ്ട്, ബീഹാറും ഉണ്ട്. രാജസ്ഥാൻ, നമ്മുടെ വലുപ്പത്തിന് സൈസ് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും വലിയ സംസ്ഥാനം എന്ന് പറയുന്നത് രാജസ്ഥാനാണ് അല്ലെ. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം രാജസ്ഥാനാണ്. അപ്പം ആ ഒരു വലിയ സംസ്ഥാനമായിട്ടുള്ള രാജസ്ഥാനിലല്ല ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ളത് അല്ലെ. എവിടെയാണുള്ളത്? ഉത്തർപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ളത്. രാജസ്ഥാൻ, the biggest state in terms of area, has only 5.5% of the total population of India. ഓക്കെ, ഉത്തർപ്രദേശില് ഇന്ത്യയുടെ 16% ഓഫ് ദ കൺട്രീസ് പോപ്പുലേഷൻ ഉണ്ടെന്ന് പറയുമ്പം രാജസ്ഥാനിൽ എത്രയുള്ളൂ? ഏറ്റവും വലിയ സ്റ്റേറ്റ് പറയുമ്പം, പക്ഷെ അവിടെ എത്രയുള്ളൂ? മൊത്തത്തിന്റെ 5.5% ഉള്ളൂ. അത് രാജസ്ഥാനിനേക്കാളും ചെറിയ ഉത്തർപ്രദേശില് 16% ഓഫ് ദി ടോട്ടൽ പോപ്പുലേഷൻ ഉണ്ട്. രാജസ്ഥാനില് വലിയ സ്റ്റേറ്റാ, പക്ഷെ 5.5% ഓഫ് ദി ടോട്ടൽ പോപ്പുലേഷൻ മാത്രമേ രാജസ്ഥാനില് ഉള്ളൂ. സോ ഇതൊരു കമ്പാരിസൺ ആണ് ഓഫ് പോപ്പുലേഷനില് ഇത് മൊത്തം നമ്മള് റെസ്റ്റ് ഓഫ് ദി വേൾഡ് ആണ്. ഇത് വലിയ വേൾഡിന്റെ മൊത്തം വേൾഡ് എടുക്കുമ്പം ഇന്ത്യ എന്ന് പറയുന്നത്, ഇന്ത്യയിലെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് എന്താണ്? പോപ്പുലേഷൻ വെച്ച് നോക്കുമ്പം ഇന്ത്യയില് 16.7% പോപ്പുലേഷൻ ഉണ്ട്. ഇനി ഏരിയ, അത് പോപ്പുലേഷന്റെ ബേസിൽ. ഇനി ഏരിയ ബേസ്ഡ് ആയിട്ട് നോക്കുമ്പം, ഏരിയ വെച്ച് നോക്കുന്ന സമയത്ത് ഇത് മൊത്തം ഏരിയ എടുക്കുമ്പം മൊത്തം വേൾഡിന്റെ ഏരിയ 97.6 ആണ്. ഇന്ത്യയുടെ ഏരിയ എന്ന് പറയുന്നത് 2.4% ആണ്. അപ്പം 2.4% ഉള്ള ഏരിയയുള്ള ഇന്ത്യയില് 16.7% ഓഫ് പീപ്പിൾ ഉണ്ട്. ഓക്കെ, അപ്പം ലാൻഡ് ഏരിയ കുറവാണെങ്കിൽ പോലും, കമ്പാരിറ്റീവ്ലി കുറവാണെങ്കിൽ പോലും എന്താണ്, ഇത്രയും ഹ്യൂജ് നമ്പർ ഓഫ് ജനങ്ങള് ഇന്ത്യയിൽ താമസിക്കുന്നുണ്ട്. മനസ്സിലായോ? അപ്പൊ പോപ്പുലേഷൻ സ്റ്റഡീസ് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്ന് മനസ്സിലായോ? യെസ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, ഇന്ത്യയുടെ ഹാഫ് ഓഫ് ദ പോപ്പുലേഷൻ അല്ലെ, ഓൾമോസ്റ്റ് ഹാഫ് ഓഫ് ദി പോപ്പുലേഷൻ എവിടെയുള്ളത്? 5 സ്റ്റേറ്റുകളിലായിട്ടാണ്. അതിൽ ഏറ്റവും കൂടുതലുള്ളത് ഉത്തർപ്രദേശ് അല്ലെ, 16.6% ഉള്ളത് ഉത്തർപ്രദേശിലാണ് അല്ലെ. മഹാരാഷ്ട്രയിലുണ്ട്, മഹാരാഷ്ട്രയില് 9.42% മഹാരാഷ്ട്രയിലുണ്ട്. ബീഹാറിലുണ്ട് അല്ലെ, ബീഹാറിലുണ്ട് 8.02% ബീഹാറിലുണ്ട്. വെസ്റ്റ് ബംഗാളില് 7.79% വെസ്റ്റ് ബംഗാളിലുണ്ട്. ആന്ധ്രാപ്രദേശില് 7.41% ഉണ്ട്. അപ്പം ഏറ്റവും കൂടുതൽ ഉത്തർപ്രദേശിലുണ്ട്, മഹാരാഷ്ട്രയിലുണ്ട്, ബീഹാറുണ്ട്, വെസ്റ്റ് ബംഗാളുണ്ട്, ആന്ധ്രാപ്രദേശ് ഉണ്ട്. ഈ ഒരു 5 സ്റ്റേറ്റിൽ എടുക്കുന്ന സമയത്തേക്ക് തന്നെ നമ്മള് ഒരു പൈ ഡയഗ്രാം വരയ്ക്കുമ്പോഴത്തേക്ക് ഹാഫ് പോപ്പുലേഷൻ ആയി കഴിഞ്ഞു. ബാക്കിയുള്ള എത്ര സ്റ്റേറ്റുകളാ വരെ? 28 5 പോയി കഴിഞ്ഞാല് 23 അല്ലെ. ബാക്കിയുള്ള 23 സ്റ്റേറ്റിലാണ് ബാക്കി. ഇത് മൊത്തത്തിൽ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 23 ആയിട്ട് ഡിവൈഡ് ചെയ്യേണ്ടി വരും. ഈ ഒരു 5 മേജർ സ്റ്റേറ്റുകളിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. ക്ലിയർ ആയോ പറഞ്ഞിട്ടുള്ളത്? അപ്പൊ നമ്മൾ എന്തൊക്കെയാ ഈ സെഷനിൽ പഠിച്ചത്? പോപ്പുലേഷൻ എന്ന് പറയുന്നത് അല്ലെ, നമ്മുടെ റിസോഴ്സസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ പോപ്പുലേഷൻ അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പോപ്പുലേഷൻ സ്റ്റഡീസ് നടത്തുന്നത് ഇമ്പോർട്ടന്റ് ആണ്. ആൾക്കാരുടെ സ്റ്റാറ്റസ്, ഡിസ്ട്രിബ്യൂഷൻ, അവരുടെ ഏജ്, അവരുടെ സെക്സ്, അവരുടെ എഡ്യൂക്കേഷൻ, അവരുടെ ഹെൽത്ത്, ഇതെല്ലാം നമ്മൾ പോപ്പുലേഷൻ മെഷർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റണം. ഇന്ത്യയിൽ നമ്മൾ സെൻസസ് എടുക്കുന്നുണ്ട് ഓരോ 10 വർഷവും അല്ലെ. ആ സെൻസസ് പ്രകാരമാണ് നമുക്ക് ഈ ഡാറ്റാസ് ഒക്കെ കിട്ടുന്നത്. നമ്മൾ പഠിച്ചു ഇന്ത്യയിലുള്ള പോപ്പുലേഷന്റെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്ന് പഠിച്ചു. ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ളത് ഉത്തർപ്രദേശിലാണെന്ന് പഠിച്ചു. ഏറ്റവും വലിയ സംസ്ഥാനമായിട്ടുള്ള രാജസ്ഥാനേക്കാളും എത്രയോ കൂടുതൽ ആളുകൾ ഉത്തർപ്രദേശിൽ താമസിക്കുന്നുണ്ടെന്ന് പഠിച്ചു. 5 സംസ്ഥാനങ്ങൾ കൂടി ചേർന്ന് കഴിഞ്ഞാൽ ഇന്ത്യയിലെ മൊത്തം ജനസംഖ്യയുടെ പകുതി ഭാഗവും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഈ മേജർ ആയിട്ടുള്ള 5 സ്റ്റേറ്റുകളാണെന്ന് നമ്മൾ പഠിച്ചു. അതുകൂടാതെ നമ്മൾ
രാജ്യത്തിന്റെ പോപ്പുലേഷൻ, ഇന്ത്യയുടെ പോപ്പുലേഷൻ നമ്മൾ വേൾഡ് പോപ്പുലേഷനുമായിട്ട് കമ്പയർ ചെയ്തു. ഇന്ത്യയുടെ ടോട്ടൽ ഏരിയയെ നമ്മൾ വേൾഡിന്റെ ടോട്ടൽ ഏരിയ ആയിട്ട് കമ്പയർ ചെയ്യുന്ന ഒരു ഡയഗ്രാം നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്തത്. ബാക്കി കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് വേറൊരു സെഷനിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു. ഹലോ മക്കളെ, അപ്പൊ നമ്മള് പോപ്പുലേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിനകത്ത് നമ്മള് പോപ്പുലേഷൻ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം എന്താണ്, എന്തിനാണ് നമ്മൾ പോപ്പുലേഷൻ നോക്കുന്നത്, എങ്ങനെയാണ് നമ്മുടെ ഇന്ത്യയിലെ പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ വേൾഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യയുടെ പോപ്പുലേഷൻ എങ്ങനെയാണ്, ഇന്ത്യയിൽ തന്നെയും ഓരോ സ്റ്റേറ്റിലെയും പോപ്പുലേഷൻ സെയിം ആണോ, ഓരോ സ്ഥലത്തെയും പോപ്പുലേഷൻ സെയിം ആണോ, അല്ലെ ഡിഫറെന്റ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കി. മൊത്തം പോപ്പുലേഷന്റെ ഹാഫ് ഓഫ് ദ പോപ്പുലേഷനും കൺട്രിബ്യൂട്ട് ചെയ്യുന്നത് 5 സ്റ്റേറ്റുകൾ കൂടി ചേർന്നിട്ടാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യസ് പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ ബൈ ഡെൻസിറ്റി. ഇന്ത്യയുടെ പോപ്പുലേഷൻ ഡെൻസിറ്റിയുടെ ബേസിസിൽ എങ്ങനെയാണ്? ഇന്ത്യസ് പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ ബൈ ഡെൻസിറ്റി. Population density provides a better picture of the uneven distribution. അപ്പൊ നമ്മൾ ഡെൻസിറ്റി നോക്കി കഴിയുന്ന സമയത്ത് നമ്മൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാവും എങ്ങനെയാണ് ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്. നമ്മൾ കെമിസ്ട്രിയിലൊക്കെ പഠിക്കുന്നത് എന്താണ് ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ ഫിസിക്സ് ഒക്കെ പഠിക്കുമ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. മാസ് ബൈ വോളിയം അല്ലേ ഡെൻസിറ്റി, അല്ലെ? മാസ് ബൈ വോളിയം അല്ലേ നിങ്ങൾ ഡെൻസിറ്റി കണ്ടുപിടിക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മൾ പോപ്പുലേഷൻ ഡെൻസിറ്റി നോക്കുമ്പോഴും എത്ര ആൾക്കാരുണ്ട് ഇത്ര സ്ഥലത്ത്. ഇപ്പൊ നമ്മൾ കോഴിക്കോടുള്ള പോപ്പുലേഷൻ ഡെൻസിറ്റി ആണെന്നുണ്ടെങ്കിൽ കോഴിക്കോട് ഇത്ര സ്ഥലത്ത് ഇത്ര കിലോമീറ്ററിനുള്ളിൽ ഇത്ര ആൾക്കാരുണ്ട്, അതാണ് നമ്മൾ ഡെൻസിറ്റിയിൽ നോക്കുക. ഓക്കെ, അപ്പൊ 1 കിലോമീറ്റർ പരിധിയിൽ എത്ര ആൾക്കാരുണ്ട് എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ അതാണ് അതിന്റെ ഡെൻസിറ്റി ആയിട്ട് പറയാം. ഓക്കെ, ഒരു മാസ് പെർ വോളിയം അല്ലേ നമ്മൾ സാധാരണ ഡെൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഇവിടെ നമ്മൾ നോക്കുന്നത്. ഓക്കെ, സോ population density provides a better picture of the uneven distribution. Population density is calculated as the number of persons per unit area. അപ്പൊ നിങ്ങള് ഡെൻസിറ്റി കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾ അവിടെ പഠിക്കുന്നത് പോലെ തന്നെയാണ്. അവിടെ നമ്മൾ മാസാണ് നോക്കുന്നത്. ഇവിടെ എന്താ, എത്ര മാസ് എന്ന് പറയുന്നത് നമുക്ക് മാസമായിട്ട് നോക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ നമ്മൾ എന്താ നോക്കുക, ഒരു സ്ഥലത്ത് ഒരു യൂണിറ്റ് ഏരിയയിൽ, യൂണിറ്റ് എന്ന് പറയുന്ന 1 കിലോമീറ്റർ പരിധിയിലായിരിക്കും നോക്കുന്നുണ്ടാവുക. അപ്പം ഒരു യൂണിറ്റ് ഏരിയയിൽ എത്ര നമ്പർ ഓഫ് പേഴ്സൺസ് ഉണ്ട്, എത്ര ആൾക്കാരുണ്ട്, അതാണ് നമ്മളുടെ ഡെൻസിറ്റി എന്ന് പറയുന്നത്. സോ population density is calculated as the number of persons per unit area. India is one of the most densely populated countries of the world. നന്നായിട്ട് പോപ്പുലേഷൻ ഉള്ള അല്ലെ നമ്മുടെ രാജ്യത്തില് ലോകത്തില് ഫസ്റ്റ് പൊസിഷൻ എത്തിക്കഴിഞ്ഞു അല്ലെ. നേരത്തെ ഓൾറെഡി ചൈനയായിരുന്നു ഉണ്ടായിരുന്നത്. ചൈനയെ നമ്മൾ മാറ്റും. 2045 ആകുമ്പോൾ നമ്മൾ ചൈനയെ മറികടക്കും എന്നായിരുന്നു കണക്കുകൾ നേരത്തെ ഉണ്ടായിരുന്നത്. പക്ഷെ നമ്മളിപ്പോ ഓൾറെഡി ചൈനയെ നമ്മള് പോപ്പുലേഷന്റെ കേസിൽ നമ്മൾ മുന്നോട്ടേക്ക് വന്നു കഴിഞ്ഞു. ചൈനയെക്കാളും നമ്മൾ വന്നു കഴിഞ്ഞു, അഡ്വാൻസ് ആയി കഴിഞ്ഞു. So, in one of the most India is one of the most densely populated countries of the world. The population density of India in the year 2001 was എത്രയായിരുന്നു? 324 person per square kilometer. ഇന്ത്യയിലെ 2001 ഇന്ത്യയിലെ പോപ്പുലേഷൻ ഡെൻസിറ്റി എടുക്കുമ്പോൾ എത്ര ഉണ്ടായിരുന്നുള്ളൂ? 324 persons per square kilometer. നമ്മൾ ഒരു സ്ക്വയർ കിലോമീറ്റർ അല്ലെ, ഒരു സ്ക്വയർ കിലോമീറ്റർ പരിധിയിൽ എടുക്കുമ്പോൾ അതിനകത്ത് എത്ര, ഒരു കിലോമീറ്റർ സ്ക്വയർ കിലോമീറ്റർ ഏരിയ പറയുന്നുണ്ട്, സ്ക്വയർ കിലോമീറ്റർ കിലോമീറ്റർ സ്ക്വയർ എടുക്കുന്ന സമയത്ത് എത്ര ആൾക്കാരാണ് ഉണ്ടായിരുന്നത്? 324 അല്ലെ, 324 ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ per square kilometer. Densities vary from 904 persons per square kilometer in West Bengal to only 13% per square kilometer in Arunachal Pradesh. അപ്പം ഒരു നിങ്ങൾ നോക്കിക്കേ, പോപ്പുലേഷൻ ഡെൻസിറ്റി എത്ര ആൾക്കാര് ഒരു യൂണിറ്റ് ഏരിയയിൽ എത്ര ആൾക്കാരുണ്ട് എന്നുള്ളതാണ് പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നിങ്ങള് ഇന്ത്യയിലെ 2001 324 persons ആയിരുന്നു പെർ സ്ക്വയർ കിലോമീറ്റർ ഉണ്ടായിരുന്നത്. അതിൽ തന്നെ നിങ്ങൾ നോക്കിയ വേരിയേഷൻ ഉണ്ട് അല്ലെ. നമ്മൾ ടോട്ടൽ ഒരു ആവറേജ് ആണ് 324 പറയുന്നത്. പക്ഷെ നിങ്ങളൊരു പെർട്ടിക്കുലർ സ്പേസ് എടുത്ത് നോക്കുക, വെസ്റ്റ് ബംഗാളിൽ ഒരു പെർട്ടിക്കുലർ സ്പേസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ ഒരു സ്ക്വയർ കിലോമീറ്ററിൽ 904 904 ആൾക്കാരുണ്ട് അല്ലെ.
അതുപോലെ തന്നെ നിങ്ങൾ അരുണാചൽ പ്രദേശിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ആകെ 13 ആൾക്കാരേ ഉള്ളൂ. അപ്പം നന്നായിട്ട് കൂടിയ സ്ഥലമുണ്ട് അല്ലെ. 1000 അടുപ്പിച്ച ആൾക്കാരുമുണ്ട്, 10 അടുത്ത് നിൽക്കുന്ന ആൾക്കാരുമുണ്ട് അല്ലെ. ഒരു സ്ക്വയർ കിലോമീറ്റർ. അപ്പൊ ഡിഫറെന്റ് ആയിട്ടുള്ള റീജിയണിൽ എന്താണ് ഡിഫറെന്റ് ആയിട്ടുള്ള പോപ്പുലേഷൻ ഡെൻസിറ്റി ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. സോ അതാണ് പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് പറയുന്നത്. ആൻഡ് പോപ്പുലേഷൻ ഡെൻസിറ്റി ഈസ് കാൽക്കുലേറ്റഡ് ആസ്, എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ദ നമ്പർ ഓഫ് പേഴ്സൺസ് പെർ യൂണിറ്റ് ഏരിയ. ക്ലിയർ? So, red terrain and unfavorable climatic conditions are primarily responsible for sparse population in these areas. എന്താണ് ടെറൈനും പിന്നെ എന്താണ് അൺഫേവറബിൾ ആയിട്ടുള്ള ക്ലൈമാറ്റിക് കണ്ടീഷൻ. ചില സ്ഥലങ്ങളിൽ ഭയങ്കര മഞ്ഞാണെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ഇല്ല. അതുപോലെ തന്നെ ചില സ്ഥലങ്ങളിൽ ഭയങ്കര വരണ്ട സ്ഥലമാണ്. ഇപ്പം രാജസ്ഥാനൊക്കെ ആണെങ്കിൽ വെള്ളം ഒട്ടും കിട്ടാത്ത സ്ഥലങ്ങളുണ്ട് അല്ലെ. അപ്പൊ ആ സ്ഥലത്ത് നമ്മൾ കേരളത്തിനെ പോലെ ഇഷ്ടംപോലെ വെള്ളം കിട്ടുന്ന ഒരു സ്ഥലത്ത് നിന്ന് കുറെ ആൾക്കാരുണ്ടാവും. ചിലപ്പം അത്രയും വരണ്ട സ്ഥലത്ത് ആളുകളുടെ എണ്ണം എന്തായിരിക്കും? കുറവായിരിക്കും. അപ്പം വേരിയിങ് ആയിട്ടുള്ള ക്ലൈമാറ്റിക് കണ്ടീഷനും ടെറൈൻസും ഇങ്ങനെ എന്താണ് നമ്മുടെ ആൾക്കാരുടെ ഡിസ്ട്രിബ്യൂഷൻ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനുള്ള ഒരു സാധ്യത എന്ന് പറയുന്നത് ഇതാണ്. Primarily responsible for sparse population in these areas. Assam and most of the peninsula states have moderate population densities. ആസാം ആയിക്കോട്ടെ ബാക്കിയുള്ള പെനിൻസുലാർ ഏരിയാസ് ഒക്കെ എടുക്കുന്ന സമയത്ത് മോഡറേറ്റ് ആയിട്ടുള്ള ഒരു പോപ്പുലേഷൻ ഡെൻസിറ്റി ആയിരിക്കും കാണാൻ പറ്റുക. ഹില്ലി ആയിട്ടുള്ള ഏരിയാസ്, ഡെസർട്ടഡ് റോക്കി നാച്ചർ ഓഫ് ദ ടെറൈൻ, moderate to low rainfall, shallow and less fertile soil have influenced the population densities in these areas. എന്താണ് പോപ്പുലേഷൻ ഡെൻസിറ്റി കുറയാനുള്ള റീസൺ ആണ്. ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെച്ചോ. എങ്ങനെയാണ് പോപ്പുലേഷൻ ഡെൻസിറ്റി കുറയുന്നത് എന്ന്. എങ്ങനെയാ പറയുന്നത്? ഹില്ലി ആയിട്ടുള്ള ഏരിയ ആണെങ്കിൽ, ഡെസർട്ടഡ് ആൻഡ് റോക്കി നാച്ചുറലുള്ള ഏരിയ ആണെന്നുണ്ടെങ്കിൽ അവിടെ വെള്ളമൊന്നും നമുക്ക് കുഴിച്ചെടുക്കാനൊന്നും പറ്റില്ല അല്ലെ. അപ്പൊ ജലലഭ്യത കുറയും, കിണറൊന്നും കുഴിക്കാൻ പറ്റില്ല റോക്കി ഏരിയാസിലുള്ള. അപ്പൊ നമ്മൾ അവിടെ ആൾക്കാരുടെ എണ്ണം കുറയും. അതുപോലെ തന്നെ വെള്ളമില്ല, റെയിൻഫോള് അത്യാവശ്യം നമുക്ക് കിട്ടണം അല്ലെ. അപ്പൊ ലോ റെയിൻഫോൾ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ആൾക്കാർ താമസിക്കില്ല. ഷാലോ ആൻഡ് ലെസ് ഫെർട്ടൈൽ സോയിൽ അല്ലെ. സോയിലിന് നന്നായിട്ട് കൃഷിയൊന്നും ചെയ്യാൻ പറ്റില്ല, ആൾക്കാർക്ക് വേണ്ട ഭക്ഷണമൊന്നും അവിടെ ഉണ്ടാക്കി എടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ, ഫുഡ് ക്രോപ്സ് ഒന്നും അവിടെ കൾട്ടിവേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യും? ആൾക്കാരുടെ എണ്ണം കുറയും. ഹാവ് ഇൻഫ്ലുവൻസ്ഡ് പോപ്പുലേഷൻ ഡെൻസിറ്റീസ് ഇൻ ദീസ് ഏരിയാസ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് അവിടുത്തെ പോപ്പുലേഷൻ ഡെൻസിറ്റീസിനെ എഫക്ട് ചെയ്യുന്ന കാര്യങ്ങൾ. ഹില്ലി, ഡിസക്റ്റഡ് ആൻഡ് റോക്കി നാച്ചർ ഓഫ് ദി ടെറൈൻ, മോഡറേറ്റ് ടു ലോ റെയിൻഫോൾ, ഷാലോ ആൻഡ് ലെസ് ഫെർട്ടൈൽ സോയിൽ. ഇത്രയും കാര്യങ്ങളാണ് പോപ്പുലേഷൻ ഡെൻസിറ്റി കുറയാൻ വേണ്ടിയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. നോർത്തേൺ പ്ലെയിൻസ് ആൻഡ് കേരള അല്ലെ. നോർത്തേൺ പ്ലെയിൻസും കേരളയും ഇൻ ദ സൗത്ത് ഹാവ് ഹൈ ടു വെരി ഹൈ പോപ്പുലേഷൻ. അവിടെയൊക്കെ പോപ്പുലേഷൻ കുറയാണെങ്കിൽ കേരളത്തിലൊക്കെ ഹൈ ആണ്, ഹൈ ടു വെരി ഹൈ പോപ്പുലേഷൻ ഉള്ള സ്ഥലം. ഭയങ്കര തിങ്ങി നടക്കുന്ന ആൾക്കാരുണ്ട് അല്ലെ. നമ്മളിപ്പോ എന്താണ് നമ്മുടെ പോപ്പുലേഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര കൂടിയല്ലേ. ഇപ്പൊ നമുക്ക് വീടുകള് വെക്കാനുള്ള സ്ഥലം ഇല്ലായിട്ട് നമ്മളിപ്പോ ഇഷ്ടം പോലെ ഫ്ലാറ്റുകളായിട്ട് താമസിക്കുന്നുണ്ട് അല്ലെ. എന്താണ് ഒരേ ഭൂമിയിൽ തന്നെ നമുക്ക് നിരന്ന് വീടെടുക്കാൻ പറ്റില്ല. അപ്പൊ നമ്മള് ഒരുപാട് ഫ്ലാറ്റുകളായിട്ട് കുറെ ഫാമിലീസ് ഇങ്ങനെ ഒരു ബിൽഡിങ്ങിന്റെ തന്നെ താമസിച്ചു വരുന്നുണ്ട്. അപ്പം നമ്മുടെ പോപ്പുലേഷൻ, കേരളത്തിലെ പോപ്പുലേഷൻ എന്ത് ചെയ്യാണ്? നന്നായിട്ട് കൂടുന്നുണ്ട്. ഓക്കെ. So, the northern plains and Kerala in the south have high to very high population densities because of the flat plains with fertile soils and abundant rainfall. എന്താണ് നമുക്ക് ഇവിടെ നല്ല രീതിയിൽ മഴക്കാലം ആകുമ്പോൾ നല്ല മഴ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് സോയിലൊക്കെ നന്നായിട്ട് കൃഷിക്ക് അനുകൂലമായിട്ടുള്ള അല്ലെ ഒരുപാട് നാച്ചർ ആണെങ്കിലും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ ആ രീതിയിൽ കൃഷിക്ക് നന്നായിട്ട് ഫർട്ടൈൽ ആയിട്ടുള്ള സോയില്, ഇഷ്ടംപോലെ വെള്ളം കിട്ടുന്നുണ്ട്. അപ്പം ഈ രീതി ഇപ്പൊ രാജസ്ഥാനിലൊക്കെ ആണെങ്കിൽ കൃഷി ചെയ്യാനുള്ള മണ്ണും കൊള്ളത്തില്ല, അതുപോലെ തന്നെ അവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല, നല്ല ജലസേചന സൗകര്യങ്ങളൊന്നുമില്ല. അപ്പം കേരളത്തിലും അതുപോലെ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന നോർത്തേൺ പ്ലെയിൻസിലൊക്കെ എന്താണ് നല്ല നോർത്തേൺ പ്ലെയിൻസിലൊക്കെ മറ്റേ നദികളൊക്കെ ഒഴുകുന്ന സ്ഥലത്തൊക്കെ ആണെങ്കിൽ നല്ല ഫർട്ടൈൽ ആയിട്ടുള്ള സോയിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നന്നായിട്ട് വെള്ളവും കിട്ടുന്നുണ്ട് അല്ലെ. സോ population growth and processes of population change. Population growth and processes of population change. Population is dynamic phenomenon. The numbers, distribution and composition of the population are constantly changing. നമ്മൾ പറഞ്ഞു അല്ലെ, പോപ്പുലേഷന്റെ നമ്പർ ആയിക്കോട്ടെ, ഡിസ്ട്രിബ്യൂഷൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും.
This is the influence of the interaction of 3 processes. 3 കാരണങ്ങൾ കൊണ്ടാണ് പോപ്പുലേഷന്റെ എണ്ണം മാറുന്നത്. നമ്മൾ തുടക്കത്തിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനെയാ ഒരു പോപ്പുലേഷൻ മാറുന്നത്? ഒന്നില്ലെങ്കിൽ കുറെ കുട്ടികൾ ജനിക്കുക അല്ലെ, പുതുതായിട്ട് ആൾക്കാർ ജനിക്കുന്നത്. അപ്പം പോപ്പുലേഷൻ കൂടും അല്ലെ, ബർത്ത് എന്ത് ചെയ്യും? പോപ്പുലേഷൻ കൂടും. ഇനി ഡെത്ത്, ആൾക്കാര് കുറെ മരിക്കുന്നു. അപ്പം കുറെ ആൾക്കാർ മരിക്കുമ്പോ പോപ്പുലേഷൻ കുറയും. അതുപോലെ തന്നെ മൈഗ്രേഷൻ അല്ലെ, നമ്മൾ ഗൾഫിലേക്കോ അല്ലെങ്കിൽ UK ഒക്കെ പോകുന്നുണ്ട് ആൾക്കാർ അല്ലെ. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? മൈഗ്രേഷൻ അങ്ങോട്ട്. ഇനിയിപ്പോ കേരളത്തിൽ നിന്നും കുറെ ആൾക്കാർ ഡൽഹിയിലേക്ക് പോകുന്നു, ബാംഗ്ലൂർക്ക് പോകുന്നു. അപ്പൊ കേരളത്തിന്റെ ഡെൻസിറ്റി എന്ത് ചെയ്യും? കുറയും, പോപ്പുലേഷൻ ഡെൻസിറ്റി കുറയും അല്ലെ. ആ രീതിയിൽ അപ്പൊ 3 കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്? നമ്മളുടെ പോപ്പുലേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങള് നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. ബർത്ത് ഉണ്ട്, ഡെത്ത് ഉണ്ട്, മൈഗ്രേഷൻ ഉണ്ട്. ബർത്ത് ഉണ്ട്, ഡെത്ത് ഉണ്ട്, അതുപോലെ തന്നെ എന്തുമുണ്ട്? മൈഗ്രേഷനും ഉണ്ട്. സോ population growth. So growth of population refers to the change in the number of inhabitants of a country or territory during a specific period of time, say during the last 10 years. അപ്പം എന്താ നമ്മള് population growth എന്ന് പറയുന്നത്? growth of population എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? change in the number of inhabitants of a country or territory during a specific period of time. അതിനെയാണ് നമ്മൾ ഈ ഡെഫിനിഷൻ പഠിക്കണേ മക്കളെ. പോപ്പുലേഷൻ ഗ്രോത്തിന്റെ ഡെഫിനിഷൻ പഠിച്ചു വെക്കുക. എന്താണ് പോപ്പുലേഷൻ ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? growth of population refers to change in the number of inhabitants of a country or territory during a specific period of time, say during the last 10 years. Okay, such a change can be expressed in 2 ways, in terms of absolute numbers and in terms of percentage change every year. നമുക്ക് 2 തരത്തില് ആ ഒരു പോപ്പുലേഷൻ ഗ്രോത്തിനെ 2 ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഒന്ന് കറക്റ്റ് ആയിട്ട് പഠിക്കണേ, 2 ആയിട്ട് പോപ്പുലേഷൻ ഗ്രോത്ത്. ഒന്ന് അബ്സല്യൂട്ട് നമ്പേഴ്സ് ആയിട്ട്. ഓക്കെ, ഒന്ന് അബ്സല്യൂട്ട് നമ്പേഴ്സ്, രണ്ടാമത്തെന്ന് പറയുന്നത് പെർസെന്റേജ് ചേഞ്ച്. അപ്പം അബ്സല്യൂട്ട് നമ്പേഴ്സും ഉണ്ട്, പെർസെന്റേജ് ചേഞ്ചും ഉണ്ട്. 2 തരത്തിൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അബ്സല്യൂട്ട് നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അബ്സല്യൂട്ട് നമ്പേഴ്സ് ആഡഡ് each year decade is the magnitude of increase. It is obtained by എങ്ങനെയാ അബ്സല്യൂട്ട് നമ്പർ കിട്ടുന്നത്? simply subtracting the earlier population. നമ്മള് ഏർലിയർ പോപ്പുലേഷൻ കുറച്ചാൽ മതി. അതായത് 1991 നമ്മളൊരു പോപ്പുലേഷൻ എവിടുന്ന് കുറയ്ക്കുക? ദ ലേറ്റർ പോപ്പുലേഷൻ. 2001 ഇപ്പം 2001 പോപ്പുലേഷൻ ഇപ്പൊ 10 മില്യൺ ആണെന്ന് വിചാരിച്ചോ. ഓക്കെ, എങ്ങനെയാണ് നമ്മൾ അബ്സല്യൂട്ട് നമ്പേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കാണിച്ചു. ഇപ്പം 2001 ഫോർ എക്സാമ്പിൾ ആണ് ഞാൻ പറയുന്നത്. 2001 പോപ്പുലേഷൻ 10 മില്യൺ ആണെന്ന് വിചാരിച്ചോ. 1991 പോപ്പുലേഷൻ എന്ന് പറയുന്നത് 8 മില്യൺ ആണെന്ന് വിചാരിച്ചോ. അപ്പൊ നമ്മള് അബ്സല്യൂട്ട് പോപ്പുലേഷൻ എങ്ങനെയാ കണ്ടുപിടിക്കുക? 10 മില്യൺ എന്ന് 8 മില്യൺ കുറച്ചു കഴിഞ്ഞാൽ എത്ര പോപ്പുലേഷൻ കൂടി കഴിഞ്ഞു? 2 മില്യൺ കൂടി അല്ലെ? 2 മില്യൺ കൂടി കഴിഞ്ഞു. ഇങ്ങനെയാണ് നമ്മൾ ആ ഒരു വ്യത്യാസം, ആ ഒരു സബ്ട്രാക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു. അപ്പം 8 മില്യൺ ആയിരുന്നു 1991 ഉണ്ടായിരുന്നെന്ന് വെച്ചാൽ 2001 ആയപ്പോ അത് 10 മില്യൺ ആയിട്ട് മാറി. അങ്ങനെയാണ് ആ ഒരു വ്യത്യാസം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്നത്. ഓക്കെ, ഇനി it is referred to as the absolute increase. ഇതിനെയാണ് നമ്മൾ absolute increase എന്ന് പറയുന്നത്. rate or the pace of population increase is the other important aspect. രണ്ടാമത് നമ്മൾ റേറ്റ് നോക്കും, അത് നമുക്ക് പറയാം. സോ അബ്സല്യൂട്ട് ഇൻക്രീസ് മനസ്സിലായോ? എന്താ പറയുന്നത്? simply subtracting the earlier population 1991 from the later population. അപ്പൊ നമ്മള് ലേറ്റർ പോപ്പുലേഷന് ഏർലിയർ പോപ്പുലേഷൻ കുറച്ചു കഴിഞ്ഞാൽ എത്രയാണോ സംഖ്യ കിട്ടുന്നത് അതാണ് അതിന്റെ അബ്സല്യൂട്ട് നമ്പേഴ്സ് അല്ലെങ്കിൽ ആ ഒരു ഇൻക്രീസ് നമുക്ക് മനസ്സിലാവുന്നത്. ഇനി ഇറ്റ് ഈസ് സ്റ്റഡീഡ് ഇൻ പെർസെന്റ് പെർ ആനം. അപ്പൊ നീ നമ്മൾ പെർസെന്റേജ് നോക്കുന്ന സമയത്ത് പെർസെന്റേജ് ചേഞ്ച് എങ്ങനെ നോക്കാം? പെർസെന്റിലാണ് നോക്കാം. എക്സാമ്പിൾ, എ റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് 2% പെർ ആനം.
റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് 2% ഫ്രം ആനം. ഒരു ആനത്തില് അല്ലെങ്കിൽ ഒരു വർഷത്തിൽ നമുക്ക് 2% ഇൻക്രീസ് ഉണ്ടായി കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് means that in a given year there was an increase of 2% for every 100% in the base population. Okay, എന്താണ് 2% ആൾക്കാർ കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ 100 ആയിട്ടുണ്ട്, അതിനേക്കാളും 2% ആൾക്കാർ കൂടിയിട്ടുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, സോ annum means that a given year there was an increase of 2% for every 100%. ഓരോ 100%നും നെക്സ്റ്റ് ഇയർ നമ്മൾ നോക്കുമ്പോൾ 2% വെച്ചിട്ട് കൂടിയിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ പറയും എന്താ 2% പെർ ആനം എന്ന് പറയും. ഓക്കെ, ഓരോ 100%നും 2% വെച്ച് കൂടുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ 2% പെർ ആനം എന്നാണ് പറയുന്നത്. അതാണ് പെർസെന്റേജ് കണക്ക് എന്ന് പറയുന്നത്. ദിസ് ഈസ് റെഫർഡ് ടു ആസ് ദി ആനുവൽ ഗ്രോത്ത് റേറ്റ്. അതിനെയാണ് നമ്മൾ ആനുവൽ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് പോപ്പുലേഷൻ 2 തരത്തിൽ നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റും. ഒന്ന് അബ്സല്യൂട്ട് നമ്പേഴ്സ് ആയിട്ടും പിന്നെ പെർസെന്റേജ് ചേഞ്ചസ് ആയിട്ടും നമുക്ക് പോപ്പുലേഷൻ ഗ്രോത്തിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഇന്ത്യസ് പോപ്പുലേഷൻ ഹാസ് ബീൻ സ്റ്റഡിലി ഇൻക്രീസിങ്. ഇന്ത്യയുടെ പോപ്പുലേഷൻ 361 million in 1951 to 1028 million in 2001. അല്ലെ, 361 എത്ര അതിന്റെ 3 times അല്ലെ, അറൌണ്ട് 3 times ആയിട്ട് മാറി. From 1951 to 1981, the annual rate of population growth was steadily increasing, which explains the rapid increase in population from 361 million in 1951 to 683 million in 1981. അല്ലെ, ഒരു 1951 എന്ന് 1981 ആയപ്പോഴത്തേക്ക് 361 മില്യണിൽ നിന്നും കൂടിയിട്ട് പിന്നെ ഇരട്ടിയായിട്ട് അല്ലെ, ഓൾമോസ്റ്റ് ഡബിൾ അല്ലെ, 683 മില്യൺ ആയിട്ട് അത്രയും കൂടി. അപ്പം പോപ്പുലേഷൻ ഇങ്ങനെ കൂടിക്കൊണ്ട് ഇരിക്കുകയാണ്. സിൻസ് 1981, however, the rate of growth started declining gradually. 1981 മുതൽ കുറച്ച് റേറ്റ് ഓഫ് ഗ്രോത്ത് കുറച്ച് കുറയുന്നുണ്ട്. റേറ്റ് ഓഫ് ഗ്രോത്ത് കുറച്ച് ഡിക്ലൈൻ ചെയ്യാൻ തുടങ്ങി. ഡ്യൂറിംഗ് ദിസ് പീരീഡ് ബർത്ത് റേറ്റ് ഡിക്ലൈൻഡ് റാപ്പിഡ്ലി. അപ്പൊ ആ ഒരു 1981 ആ പീരീഡില് എന്താണ് ബർത്ത് റേറ്റ് അല്ലെ, ആൾക്കാരെ ജനിക്കുന്ന എണ്ണം, അതാണ് ബർത്ത് റേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ബർത്ത് റേറ്റ് കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പം ആൾക്കാരെ ജനിക്കുന്നത് എന്താണ് കുറയാൻ തുടങ്ങി. സ്റ്റിൽ 182 million people were added to the total population. അപ്പൊ നമ്മള് കുറയുന്നുണ്ട്, ബർത്ത് റേറ്റ് കുറയുന്നുണ്ടെന്നേ ഉദ്ദേശിക്കുന്നുള്ളൂ. എന്നിട്ട് പോലും അല്ലെ, ഡിക്ലൈനിങ് പോപ്പുലേഷൻ ആയിട്ട് പോലും 182 million people were added to the total population in the 1990s alone, an annual addition larger than ever before. അല്ലെ, it is essential to realize that India has a very large population. ഇന്ത്യയിൽ വളരെയധികം പോപ്പുലേഷൻ ഉണ്ട്. ഇന്ത്യ ഓഫ് കോഴ്സ് ഇന്ത്യ സൈസിന്റെ കാര്യത്തിൽ 7th പൊസിഷൻ ആണ് അല്ലെ, ലോകരാജ്യങ്ങൾ ബാക്കിയുള്ള കൺട്രീസിനെയൊക്കെ നോക്കുന്ന സമയത്ത് ഇന്ത്യയുടെ സൈസ് എന്ന് പറയുന്നത് വലുതാണ്. ഓക്കെ, അപ്പം ഇന്ത്യ സൈസിന്റെ കാര്യത്തിൽ വലുതാണ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ സൈസിനനുസരിച്ച് തന്നെയും ഇന്ത്യയില് പോപ്പുലേഷനും എന്തുണ്ട് കൂടുതലുണ്ട്. ഞാൻ പറഞ്ഞു 2045 ആകുമ്പോഴായിരുന്നു നമ്മൾ ചൈനയെ നമ്മൾ ബാക്കിലേക്ക് ആക്കുന്നു പറഞ്ഞ, പക്ഷെ നമ്മൾ ഓൾറെഡി അറ്റൈൻ ചെയ്ത് കഴിഞ്ഞു. When a low annual rate is applied to a very large population, it yields a very large absolute increase. അപ്പം ഒരു ലോ ആനുവൽ റേറ്റ് വെരി ലാർജ് പോപ്പുലേഷൻ അല്ലെ, അപ്പം നമ്മുടെ പോപ്പുലേഷൻ ഭയങ്കര കൂടുതലാണ്, പക്ഷെ റേറ്റ് കുറവാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ നമ്മുടെ പോപ്പുലേഷൻ ഇപ്പൊ ഒരു 10 million ആണെന്ന് സപ്പോസ്, ഏറ്റവും കുറഞ്ഞ നമ്പറാണ് ഞാൻ പറഞ്ഞത്, 10 million ആണെന്ന് നമ്മൾ വിചാരിക്കാം. 10 million ആണ്, പക്ഷെ 1% റേറ്റ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 10 millionൽ നിന്നും എന്താവുന്നുണ്ട്, അത്രയും ആൾക്കാർ കൂടുന്നുണ്ട്. അത് സിമ്പിൾ ആയിട്ട് നമ്മൾ 1 million എന്ന് പറയുമ്പോഴും അല്ലെ, എവറി 100% എന്താണ് 2% കൂടുന്നതാണ് എന്തെന്ന് പറയുന്നത് 2% ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത്. അപ്പം 1% എന്ന് പറയുമ്പോഴും എന്താണ് അത്രയും കൂടുന്നുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. When more than a billion people increase even at a lower rate, ഇനി വളരെ കുറഞ്ഞ റേറ്റിലാണെങ്കിൽ പോലും 1 billion people ആണ് കൂടുന്നുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും അതൊരു എന്താണ്, ഈ മില്യൺ എന്നൊക്കെ പറയുന്നത് എത്ര ആൾക്കാരാണല്ലേ. അപ്പം വളരെ കുറഞ്ഞ റേറ്റിലാണ് കൂടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാലും കൂടുക എന്ന് പറയുന്നത് കൂടുതൽ തന്നെയാണ് അല്ലെ. When more than a billion people increase even at a lower rate,
the total numbers being added becomes very large. അല്ലെ, നമ്മുടെ വലിയ പോപ്പുലേഷൻ ആണ്. അപ്പം അതിനനുസരിച്ച് കുറഞ്ഞ റേറ്റിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ വലിയ പോപ്പുലേഷൻ ആയതുകൊണ്ടാണ് നമ്മൾ കുറഞ്ഞ റേറ്റിൽ എന്ന് പറയുന്നത്. പക്ഷെ ആ കുറഞ്ഞ റേറ്റിൽ പോലും നമ്മുടെ വലിയ പോപ്പുലേഷൻ ആയതുകൊണ്ട് വളരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. And India's current annual increase in population of 15.5 million is large enough to neutralize efforts to conserve the resource, endowment and environment. Okay, so India's current annual increase in population of 15.5 million is large enough to neutralize efforts to conserve resource, endowment and environment. അപ്പം വളരെ കുറഞ്ഞ തോതിലാണ് ഇന്ത്യയിൽ പോപ്പുലേഷൻ ഗ്രോത്ത് നടക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അല്ലെ, നമുക്ക് റിസോഴ്സസ് വേണ്ടേ? ചുമ്മാ കുറെ ആൾക്കാരുണ്ടായാൽ മതിയോ? നമുക്ക് അവർക്കെല്ലാം യൂസ് ചെയ്യേണ്ട റിസോഴ്സസ് നമ്മൾ കണ്ടുവെക്കണം അല്ലെ. അവർക്ക് വേണ്ട വെള്ളം, ഫുഡ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഒരുപാട് കാർഷിക മേഖല അല്ലെ, ഇവരൊക്കെ ഫുഡ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ പ്രൊഡക്ഷനും നടക്കണം അല്ലെ, കൃഷി ചെയ്യണം, ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കണം അല്ലെ. ആ രീതിയിൽ നമുക്ക് അതിനുള്ള റിസോഴ്സസും വേണം അല്ലെ. അപ്പം പോപ്പുലേഷൻ ഇങ്ങനെ കൂടുന്നുണ്ട്, അതിനനുസരിച്ചുള്ള കൺസേർവ് ചെയ്ത് നമുക്ക് റിസോഴ്സസും അവൈലബിൾ ആയിരിക്കണം. പക്ഷെ ഇപ്പൊ നമുക്ക് റിസോഴ്സസ് വളരെ ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. The declining trend of the growth rate is indeed a positive indicator of the efforts of birth control. എന്തുകൊണ്ടാണ് ബർത്ത് റേറ്റ് കുറയാൻ കാരണം? നമ്മുടെ ഒരു നാഷണൽ പ്ലാനിങ് ഒക്കെ കൊണ്ടുവന്നു ബർത്ത് കൺട്രോൾ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒരു കുട്ടി മതി എന്നാണ് ഇപ്പത്തെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് അല്ലെ. നമ്മൾ നേരത്തെ നിങ്ങൾക്ക് അറിയാം, നിങ്ങളുടെ അച്ഛനാണെങ്കിലും അമ്മമ്മയാണെങ്കിലും അല്ലെ, അവരുടെ പഴയ ജനറേഷൻ ആണെങ്കിലൊക്കെ നിങ്ങൾക്ക് അറിയാം എന്താണ്, കുറെ കുട്ടികൾ ഉണ്ടാവും അല്ലെ. ചിലപ്പോ 10 പേരൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ 12 മക്കളൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോ 6 7 മിനിമം ഒരു 4 ആൾക്കാരെങ്കിലും ഉണ്ടാവും അല്ലെ. കുറെ ഏട്ടന്മാര് നിങ്ങൾക്ക് അറിയാൻ പറ്റും, കുറച്ച് പ്രായമുള്ള ആൾക്കാർ 4 5 അനിയന്മാരും അനിയത്തിമാരൊക്കെ ആയിട്ട് ആ ഒരു രീതിയിലായിരിക്കും ആ ഒരു ട്രെൻഡ്. പിന്നെ നമ്മള് ഗവൺമെന്റ് ബർത്ത് കൺട്രോൾ മെഷേഴ്സ് കൊണ്ടുവന്നു. ബർത്ത് കൺട്രോൾ മെഷേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, ആ പോപ്പുലേഷനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ്, എത്ര കുട്ടികൾ ഉണ്ടാവണം എന്നുള്ള ഒരു കൺട്രോൾ വെക്കാൻ വേണ്ടിയിട്ട് എന്താണ് നമ്മൾ പറയും, ആൾക്കാരെ കപ്പിൾസിനെ എന്ത് ചെയ്യും, മോട്ടിവേറ്റ് ചെയ്തിട്ട് 2 കുട്ടികൾ മതി അല്ലെങ്കിൽ ഒരാൾ മതി എന്നുള്ളതാണ് ഇപ്പത്തെ ഒരു സ്ട്രാറ്റജി. ഒരു കുട്ടി മതി, ആ കുട്ടീനെ കറക്റ്റ് ആയിട്ട് നോക്കുക, അതിന് വേണ്ട റിസോഴ്സസ് കൊടുക്കുക, ഒരു കുട്ടി മതി അല്ലെ, കുടുംബത്തിന് ഒരു കുഞ്ഞ് എന്നുള്ള രീതിയിൽ കൊണ്ടുവരാം. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, പോപ്പുലേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് birth control measures. Despite that, the total addition to the population base continue to grow and India may overtake China in 2045 to become the most populous country in the world. പക്ഷേ നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തു, ആ റെക്കോർഡ് നമ്മൾ കടന്നു കഴിഞ്ഞു. ഓക്കെ, സോ അത്രയും ഇന്ത്യയിൽ പോപ്പുലേഷൻ കൂടിയിട്ടുണ്ട്. ഓക്കെ, സോ നമ്മൾ ഇന്ത്യയിൽ ഒരു പോപ്പുലേഷൻ ഗ്രോത്ത് ആണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്തത്, പോപ്പുലേഷൻ ഗ്രോത്ത്. ഇനി നമുക്ക് പോപ്പുലേഷനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്, ബാക്കി ഹെൽത്ത്, ലിറ്ററസി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് വേറൊരു സെഷനിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.